യുദ്ധത്തിൽ ഒരു ഏകാധിപതിയെ പോലെ തന്റെ മുഴുവൻ കരുത്തും ഗസയ്ക്ക് മേൽ തീർക്കുകയാണ് ഇപ്പോൾ ഇസ്രയേൽ ചെയ്യുന്നത്. ഇസ്രയേലിന്റെ ഏറ്റവും വലിയ ബലം തന്നെ അത്യാധുനിക രീതിയിലുള്ള ആയുധങ്ങളാണ്. എന്നാൽ ഇപ്പോൾ ഇസ്രയേലിന്റെ ആണവ പദ്ധതി രഹസ്യങ്ങൾ മുഴുവൻ ചോർത്തിയെടുത്തുവെന്നും വൈകാതെ അത് പുറത്തുവിടുമെന്നും ഭീഷണിയാണ് ഇറാൻ മുഴക്കിയിരിക്കുന്നത്. ഇന്റലിജൻസ് മന്ത്രി ഇസ്മായിൽ ഖത്തീബ് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ഈ വെല്ലുവിളി നടത്തിയിട്ടുള്ളത്. എന്നാൽ ഇത് സംബന്ധിച്ച തെളിവുകളൊന്നും ഇറാൻ ഇതുവരെയും പുറത്തുവിട്ടിട്ടില്ല. ആണവ പദ്ധതി ആരോപിച്ച് ഇറാനുമേൽ കൂടുതൽ ഉപരോധങ്ങൾക്ക് യൂറോപ്യൻ രാജ്യങ്ങൾ UN-ൽ നീക്കം ശക്തമായ പശ്ചാത്തലത്തിലാണ് ഇറാന്റെ ഈ വെളിപ്പെടുത്തൽ. ആണവ നിലയങ്ങളെ കുറിച്ചുള്ളതടക്കമുള്ള നിർണായകമായ വിവരങ്ങളാണ് തങ്ങൾ ചോർത്തിയതെന്നും അടുത്തിടെ അറസ്റ്റിലായ ഇസ്രയേൽ പൗരന്മാർക്ക് ഇക്കാര്യത്തിൽ പങ്കുണ്ട് എന്നുമാണ് ഇറാൻ പറയുന്നത്. ഇറാന്റെ ഇന്റലിജൻസ് ടീമിൽപ്പെട്ടവർ ഇസ്രയേലിന്റെ തന്ത്രപരമായ വിവരങ്ങൾ നേടിയെടുത്തു എന്നും അത് ദൈവത്തിന്റെ സഹായത്തോടു കൂടി ഇറാനിലേക്ക് മാറ്റിയെന്നുമാണ് ഖത്തീബ് അവകാശപ്പെടുന്നത്. മാത്രമല്ല, ആയിരക്കണക്കിന് പേജുകളുള്ള രേഖകളാണ് ലഭിച്ചത് എന്നും അമേരിക്ക, യൂറോപ്പ്, മറ്റു രാജ്യങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട രേഖകളും ഇക്കൂട്ടത്തിലുണ്ടെന്നും അവ ഉടൻ പരസ്യമാക്കുമെന്നും ഖത്തീബ് പറയുകയുണ്ടായി. ഇറാന്റെ ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഒരു ദശാബ്ദ കാലത്തെ തർക്കം പരിഹരിക്കുന്നതിനായി അമേരിക്ക ഇപ്പോൾ ഇറാനുമായി ചർച്ചകൾ നടത്തി വരികയാണ്. എന്നിരുന്നാലും ഒരു കരാറിലെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്കെതിരെ സൈനിക നടപടിയെടുക്കുമെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. ഇതിനിടയിൽ വിവരച്ചോർച്ചയെ സംബന്ധിച്ച് ഇസ്രയേലിൽ നിന്ന് ഔദ്യോഗിക പ്രതികരണമൊന്നും ഇതുവരെയും പുറത്തു വന്നിട്ടില്ല എന്നത് ആശങ്ക ജനിപ്പിക്കുന്ന കാര്യം തന്നെയാണ്. കഴിഞ്ഞ വർഷം ഇസ്രയേൽ ആണവ ഗവേഷണ കേന്ദ്രത്തിൽ നടന്ന ഒരു ഹാക്കിങ്ങുമായി ഈ വിവരച്ചോർച്ചയ്ക്ക് ബന്ധമുണ്ടോ എന്ന കാര്യവും വ്യക്തമല്ല. അതേസമയം ഇസ്രയേൽ സർക്കാർ ഖത്തീബിന്റെ വെളിപ്പെടുത്തലിനോട് ഇനിയും പ്രതികരിച്ചിട്ടില്ല. 2018 ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വെളിപ്പെടുത്തിയത് ഇറാന്റെ പക്കൽ നിന്നും ഇസ്രയേൽ ഏജന്റുമാർ നിരവധി രേഖകൾ കൈവശപ്പെടുത്തിയെന്നും ഇവയിലെല്ലാം ഇറാൻ ഇനിയും പുറത്തുവിടാത്ത ഇവരുടെ ആണവ ശേഖരത്തെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ ഉണ്ടെന്നുമാണ്. ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി യുറേനിയം സമ്പുഷ്ടീകരണം ഉപേക്ഷിക്കുന്നത് ഇറാന്റെ താല്പര്യങ്ങൾക്ക് 100% വിരുദ്ധമാണെന്ന് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. ചർച്ചകളിൽ അമേരിക്കയുടെ ഈ ആവശ്യം ഇറാൻ തള്ളിക്കളഞ്ഞിരുന്നു. സത്യം പറഞ്ഞാൽ ഇസ്രയേലിനേറ്റ കനത്ത പ്രഹരമാണിത്. ഗസയിലെ ജനങ്ങളോടുള്ള ഇസ്രയേലിന്റെ മനോഭാവം അത്രയ്ക്ക് നീചമാണ്. കഴിഞ്ഞ ദിവസമാണ് ഗസയിലേക്ക് ഭക്ഷണവുമായി വന്ന കപ്പലിനെ ഇസ്രയേൽ സൈന്യം തടഞ്ഞത്. അത്രയ്ക്ക് ബുദ്ധിമുട്ടിലാണ് കുട്ടികളടക്കമുള്ള ജനത എന്ന് അറിഞ്ഞിട്ടും ഇത്രയ്ക്ക് മൃഗീയമായ രീതിയിൽ ചിന്തിക്കാൻ ഇസ്രയേൽ തയ്യാറാവുകയായിരുന്നു.